ഗുരുതര വെളിപ്പെടുത്തലുമായി KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മോശം സന്ദേശം അയച്ച വിവരം ഷാഫിയെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. ഷാഫി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സമയം സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലായിരുന്നുവെന്നും ഷഹനാസ് വിമർശിച്ചു. രാഹുലിന്റെ പീഡനത്തിന് ഇരയായവർ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് ഗുരുതര വെളിപ്പെടുത്തലും നടത്തി. ഞാനും അവളും അവിടെ പോയി തിരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ അവിടെ പോയല്ലേ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകർക്കും അവിടെ പോവാമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അവിടെ പോവാം, കർഷക സമരമൊക്കെ കർഷകർ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എൻ്റെ കൂടെ വരാനുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായ മറുപടി നൽകി അത് അവിടെ അവസാനിപ്പിച്ച ഒരു കാര്യമാണ്. ഷാഫി പറമ്പിൽ അങ്ങനെ കൃത്യമായ മറുപടി ഒന്നും എനിക്കതിൽ തന്നില്ല. പക്ഷേ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ അതിനൊരു സങ്കട സ്മൈലി എനിക്ക് കിട്ടും. AK അഭിലാഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഇതിപ്പോൾ തുടരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഷഹനാസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തുടരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ ഗൗരവം ഇരട്ടിയിലധികമാകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കിയ ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ ഈ ഷഹനാസ് അടക്കം പരാതിപ്പെട്ടിട്ടും കുറ്റകരമായ മൗനം തുടർന്നു എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇന്നിപ്പോൾ ഷഹനാസ് നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെയും അതുപോലൊപ്പം തന്നെ ഷാഫി പറമ്പിലെയും ഒരുപോലെയാണ് MA ഷഹനാസ് വിമർശിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ച ഷാഫി പറമ്പിലാണ് എന്നാണ് പറയുന്നത്. ഡൽഹിയിലുണ്ടായിരുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോയ ഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് പോയാൽ പോരായിരുന്നോ എന്നടക്കമുള്ള സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഷാഫി പറമ്പിലെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഷാഫി പറമ്പിൽ മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന സമയത്ത് ആ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇദ്ദേഹത്തെ ആക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഷഹനാസ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അന്ന് ഷാഫി പറമ്പിൽ പരിഹസിക്കുക കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സമീപകാലത്ത് ഇത് സംബന്ധിച്ചുള്ള വീണ്ടും മെസ്സേജ് അയച്ചപ്പോൾ ഒരു ദുഃഖത്തോടെയുള്ള ഒരു സാഡ് സ്മൈലിയാണ് തനിക്ക് അയച്ചതെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് ഷാഫി പറമ്പിലാണ് എല്ലാ അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഈ ഘട്ടത്തിൽ പോലും ആ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. നേരത്തെ വ്യാജ ID കാർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലും ഈ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ വാദമായി ഉയർന്നു വരികയും ചെയ്തത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഷഹനാസ് വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലെ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ള വളരെ രൂക്ഷമായ വിമർശനം കൂടി ഇപ്പോൾ ഷഹനാസിന്റെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും യൂത്ത് കോൺഗ്രസിലും അല്ലെങ്കിൽ മറ്റേത് സംഘടനകളിലും പുരുഷ മേധാവിത്വമുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ശക്തമാവുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിലെതിരെ കൂടി ഇത്തരത്തിലുള്ള വിമർശനം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. AK അഭിലാഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.